ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. മണ്ണുത്തി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് അതിലെ യുവാക്കൾക്ക് ദൈവം കൊടുത്തൊരു ദർശനം, സോഷ്യൽ മീഡിയ വഴി സുവിശേഷം അറിയിക്കുക എന്നൊരു ദർശനം, അതിനെ ഹൃദയത്തിൽ വഹിച്ച് മുന്നോട്ട് കാൽച്ചുവടുകൾ വയ്ക്കുന്ന നിങ്ങൾക്കെൻ്റെ അഭിനന്ദനങ്ങൾ. ഒരു കൊച്ചു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് കൈമാറാം. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രൈം ടൈം ഉണ്ട്, വിലപ്പെട്ട സമയങ്ങൾ. ഈ വിലപ്പെട്ട സമയം നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെട്ടിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വൈകിട്ട് സമയം നമ്മുടെ വീട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഈ TV ചാനലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈം ടൈം എന്നൊരു പദം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. വിലപ്പെട്ട സമയം. ഈ വിലപ്പെട്ട സമയം എന്ന് പറയുന്നത് 6 മണി മുതൽ 9 മണി വരെയുള്ള സമയമാണ്. ഈ സമയങ്ങളിൽ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒന്നുകിൽ സീരിയലായിരിക്കും, അല്ലെങ്കിൽ വാർത്ത ചർച്ചകളായിരിക്കും. ഈ സമയം നമ്മളതിൻ്റെ മുന്നിലിരുന്ന് അത് ആസ്വദിച്ച് നമ്മൾ അത് കഴിഞ്ഞു, ഭക്ഷണം കഴിക്കുന്നു, പോയി കിടന്നുറങ്ങുന്നു, അവിടെ തീരുന്നു നമ്മുടെ ജീവിതം. എന്നാൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തകർച്ചയിലേക്ക് പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനൊരൊറ്റ കാരണമുള്ളൂ: അവരുടെ വിലപ്പെട്ട സമയം, അവരുടെ പ്രൈം ടൈം അവർ നൽകിയത് മാധ്യമങ്ങളുടെ മുന്നിലാണ്. ദൈവം ദാനമായി കൊടുത്ത കുടുംബത്തിനോ ദൈവത്തിൻ്റെയോ മുന്നിലല്ല അവർ അവരുടെ പ്രൈം ടൈം ചിലവാക്കിയത്. എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിലപ്പെട്ട പല വസ്തുക്കളും ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഫോണായിരിക്കാം, വസ്ത്രമായിരിക്കാം, ഭക്ഷണമായിരിക്കാം, കാറായിരിക്കാം. അങ്ങനെ നമുക്ക് വിലപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. ഈ വിലപ്പെട്ട വസ്തു, നാം ഇഷ്ടപ്പെടുന്ന, നാം ഏറെ ആഗ്രഹിക്കുന്ന ആ വസ്തു നാം മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇനി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമായിരിക്കും? നാം ഒത്തിരി ആഗ്രഹിക്കുന്ന വസ്തു നാം നിറഞ്ഞ മനസ്സോട് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം ഒത്തിരി സന്തോഷിക്കും അതിൽ, ഇല്ലേ? ഇനി അദ്ദേഹത്തിൽ നിന്നും തിരിച്ച് നമ്മിലേക്കുള്ള പ്രതികരണവും സ്നേഹവും എത്രത്തോളമായിരിക്കും? വളരെ വലുതായിരിക്കും. നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. കാരണം നമ്മുടെ വിലപ്പെട്ടത് നാം അവർക്ക് വേണ്ടി കൊടുക്കുക. എന്നാൽ നമ്മുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ വിലപ്പെട്ടത് നാം കുടുംബത്തിന് വേണ്ടി കൊടുക്കാതെ, കൊടുക്കേണ്ടതിന് വേണ്ടി കൊടുക്കാതെ മാധ്യമങ്ങളുടെ മുന്നിൽ ചിലവാക്കുമ്പോൾ പിന്നെ എങ്ങനെ കുടുംബത്തിൽ നിന്ന് സന്തോഷം നമുക്ക് വരിക? നമ്മൾ കുടുംബത്തിൽ നിന്ന് സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കണവരല്ലേ? ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കണവരല്ലേ? പക്ഷെ നാം നമ്മുടെ പ്രൈമായിട്ടുള്ള വിലപ്പെട്ട ആ സമയം ചെലവാക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിലാണ്. ഇനി ഇന്നത്തെ തലമുറയാണെങ്കിൽ ലഹരിക്കും, മദ്യത്തിനും, മയക്കുമരുന്നിനും, അത് അവരുടെ യൗവനം അവർ കൊടുത്തിരിക്കുക. അവരുടെ പ്രൈം ടൈം, വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവാക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, ഞാനൊന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുക? നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറണമെങ്കിൽ, കുടുംബത്തിലൊരു മാന്യത വെളിപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വിലപ്പെട്ട സമയം നാം കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് നാം നമ്മുടെ പ്രധാനപ്പെട്ട സമയം കൊടുക്കണം. അതെന്താ കാരണം എന്നറിയോ? ഒരു 33.5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ഭൂമിയിലേക്ക് വന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. അവൻ്റെ യൗവന പ്രായം അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് നമുക്ക് വേണ്ടി നൽകി. യൗവന പ്രായം, ചോര തിളയ്ക്കുന്ന പ്രായം, ക്രൂരമായ പീഡനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത് മരണത്തിലേക്ക് അവൻ പോകേണ്ടി വന്നു. അവ ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഒരു പാപവും ചെയ്തിട്ടല്ല. എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് അവൻ്റെ യൗവന പ്രായം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം നമുക്ക് വേണ്ടി ചെലവാക്കി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി. അത് ആരാണെന്നല്ലേ? നസ്രായനായ യേശുക്രിസ്തു. യേശുക്രിസ്തു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവാക്കി. അങ്ങനെയുള്ള സന്തോഷമല്ലേ നമ്മളിന്ന് അനുഭവിക്കണേ? എന്നിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെലവാക്കണേ? പണത്തിനു വേണ്ടിയോ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ? ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയോ? പ്രിയരെ, കുടുംബത്തിൽ നിന്നുള്ള സന്തോഷവും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ യേശുക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചതാ. അവൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവാക്കി. എന്നിട്ട് നമ്മുടെ വിലപ്പെട്ടത് നമ്മളിതിനെ മറ്റുള്ളതിന് വേണ്ടി കൊടുക്കണേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിലപ്പെട്ട സമയം കർത്താവിന് വേണ്ടി കൊടുക്കുക. വിലപ്പെട്ട സമയം എന്ന് പറയുമ്പോൾ സന്ധ്യാസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുക. മറ്റുള്ളതൊക്കെ ഉപേക്ഷിച്ച്, ചാനലുകൾ ഉപേക്ഷിച്ച്, സോഷ്യൽ മീഡിയകൾ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ യൗവനം തുച്ഛീകരിക്കരുത്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന വചനമുണ്ട്.
നമ്മൾ വിതയ്ക്കാതെ നമ്മളെങ്ങനെ കൊയ്യുക? നമ്മൾ കൊയ്യാൻ നടക്കുക. കുടുംബത്തിൽ നിന്നുള്ള സന്തോഷം വേണം, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം വേണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ വിലപ്പെട്ടത് നമ്മൾ മറ്റുള്ളതിന് കൊടുക്കുക. നമ്മൾ വിതയ്ക്കാതെ എങ്ങനെ കൊയ്യുക പ്രിയരെ? ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റായത്, അത് സമ്പാദ്യമാകാം, ജോലിയാകാം, നമ്മുടെ ആരോഗ്യകരമായ ജീവിതമാകാം, നമ്മുടെ യൗവന പ്രായമാകാം. നമുക്കുള്ളത് നമുക്ക് ദൈവത്തിന് വേണ്ടി, നമ്മുടെ പ്രൈം ടൈം ദൈവത്തിന് വേണ്ടി കൊടുക്കാം. അപ്പോൾ തന്നെ ദൈവം നമുക്ക് ദാനമായി നൽകിയ കുടുംബത്തിന് വേണ്ടി നൽകാം. ദൈവം നമ്മെ മാനിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.